നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെ കവർച്ചാ കേസിൽ പ്രതി റിജു ആന്റണി പിടിക്കപ്പെടാതിരിക്കാൻ നടത്തിയ നീക്കങ്ങളിലെ പഴുതുകളായിരുന്നു പ്രതിയെ കണ്ടെത്തുന്നതിൽ പോലീസിനെ സഹായിച്ചതും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു സംഘം പോലീസുകാർ വിശ്രമമില്ലാതെ നടത്തിയ അന്വേഷണമാണ് 48 മണിക്കൂർ കൊണ്ട് പ്രതിയെ വലയിലാക്കിയത്. ബാങ്ക് ജീവനക്കാരോട് ഹിന്ദി സംസാരിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതും കവർച്ചയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ വസ്ത്രങ്ങൾ പലതവണ മാറിയതുമടക്കം പിടിക്കപ്പെടാതിരിക്കാൻ ഒട്ടേറെ മുൻകരുതലുകൾ റിജോ നടത്തിയെങ്കിലും മറച്ചുവെക്കാൻ വിട്ടുപോയ 2 തെളിവുകളാണ് പ്രതിയെ കുടുക്കാൻ പോലീസിനെ സഹായിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കി ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർച്ച നടന്നത്. പട്ടാപ്പകൽ ദേശീയപാതയുടെ തൊട്ടടുത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും ആശ്ചര്യപ്പെട്ട കവർച്ച. പ്രതി കൊള്ളയടിക്കുന്നതും കടന്നുകളയുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ആളെ കിട്ടിയിരുന്നില്ല. പക്ഷെ കൊള്ള നടന്ന 3-ാം ദിവസം പോലീസ് പ്രതിയെ പിടികൂടി. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ റിജോയ്ക്ക് കുറ്റം സമ്മതിക്കേണ്ടിയും വന്നു. മാത്രമല്ല, ഈ ഒരു കേസിൽ റിജോയെ കുടുക്കാനായിട്ട് സഹായിച്ചതിന് പിന്നിൽ ഒരു വീട്ടമ്മ കൂടിയുണ്ട്. കാരണം ഈ റിജോ സഞ്ചരിച്ച വഴികളിലൂടെ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസിന് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസ് ഈ ഇടവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ റിജോ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ റിജോന്റെ സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ആ സമീപത്തുണ്ടായിരുന്ന വീടുകളിലെല്ലാം തന്നെ പോലീസ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റിജോന്റെ വീടിന് ഏകദേശം കുറച്ചടുത്തുണ്ടായിരുന്ന ഒരു വീട്ടമ്മയാണ് ഈ ഒരു ദൃശ്യം കണ്ടിട്ട് പോലീസിനോട് പറഞ്ഞത്, ഇത് നമ്മുടെ റിജോയെ പോലെ ഉണ്ടല്ലോ, കാണാൻ റിജോയെ പോലെ ഉണ്ട്, മാത്രമല്ല റിജോയ്ക്ക് ഇത്തരത്തിലൊരു സ്കൂട്ടർ ഉണ്ട് എന്നീ ഒരു വീട്ടമ്മ പോലീസിന് മൊഴി നൽകി. അതും ഈ ഒരു കേസിലേറെ നിർണായകമാണ്. കാരണം ഈ ഒരു ബാങ്കിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അകലെ മാത്രമാണ് റിജോയുടെ വീട്. അപ്പോൾ പോലീസ് ആദ്യമേ തന്നെ ഒരു നിഗമനത്തിലെത്തിയിരുന്നു, ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു വ്യക്തി തന്നെയാണ് കൃത്യമായിട്ട് ഈ ഒരു കൊള്ള നടത്തിയിട്ടുള്ളതെന്ന്. അതിനിടയിലാണ് ഈ ഒരു വീട്ടമ്മയുടെ കൂടി മൊഴി എത്തുന്നത്. കാരണം വീട്ടമ്മയ്ക്ക് ഈ ശരീരപ്രകൃതം കണ്ടപ്പോഴെല്ലാം തന്നെ അത് തങ്ങൾ എന്നും കാണുന്ന ഒരു വ്യക്തിയുടേതാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയായിരുന്നു. ഈ വീട്ടമ്മയുടെ ഒരു നിരീക്ഷണ ബുദ്ധി കൂടി ഇതിൽ റിജോയെ കുടുക്കാനായിട്ട് പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. ഇതിന് 4 ദിവസം മുമ്പും റിജോ ഇതേ ബാങ്കിൽ ഒരു കൊള്ളശ്രമം നടത്തി നോക്കിയിരുന്നു. പക്ഷേ പോലീസ് ജീപ്പ് കണ്ടതോടെ പിന്മാറി. പക്ഷെ 4 ദിവസത്തിന് ശേഷം ഇയാൾ പ്ലാൻ കൃത്യമായി നടത്തി. ബാങ്ക് ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കാൻ പോയ സമയം നിരീക്ഷിച്ചു വെച്ച റിജോ ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി കയ്യിൽ കിട്ടിയ 15 ലക്ഷവുമായി രക്ഷപ്പെട്ടു. പോകുന്ന വഴിയിൽ മദ്യവും വാങ്ങി. പിടിക്കപ്പെടാതിരിക്കാനായി സകല അടയാളവും ഇയാൾ പയറ്റിയിരുന്നു. ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും കാണാതിരിക്കാനായി അയാൾ ശരീരം മുഴുവൻ മൂടിയിരുന്നു. അന്വേഷണം നടന്നാൽ ഗതി മാറിപ്പോകാനായി ഹിന്ദിയിലാണ് സംസാരിച്ചത്. കൊള്ള കഴിഞ്ഞ് വാഹനത്തിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. വസ്ത്രം ഇടയ്ക്കിടയ്ക്ക് മാറി. കൊള്ളയ്ക്ക് ശേഷം CCTV ഇല്ലാത്ത സ്ഥലം നോക്കിയും ഇയാൾ ഉടുപ്പ് മാറി. ബുദ്ധിപരമായി വളഞ്ഞ വഴികൾ എടുത്ത് യാത്ര ചെയ്തു. പക്ഷേ കേരള പോലീസിന് റിജോയ്ക്ക് പറ്റിക്കാൻ സാധിച്ചില്ല. പിടിക്കപ്പെടാതിരിക്കാൻ റിജോ നടത്തിയ ഒരുക്കങ്ങൾ പോലീസിനെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു സംഘം പോലീസുകാർ വിശ്രമമില്ലാതെ നടത്തിയ അന്വേഷണമാണ് 48 മണിക്കൂർ കൊണ്ട് പ്രതിയെ വലയിലാക്കിയത്. കവർച്ചയിൽ പോലീസ് പിടികൂടാതിരിക്കാനായി പ്രതി റിജോ ആന്റണി നടത്തിയ ഓരോ ശ്രമങ്ങളും ആദ്യമേ തന്നെ പോലീസ് പൊളിച്ചു. വെള്ളിയാഴ്ച കവർച്ച നടക്കുന്നതിനിടെ പ്രതി ജീവനക്കാരോട് ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന മൊഴി പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ശരീരപ്രകൃതം അനുസരിച്ച് പ്രതി മലയാളിയായിരിക്കാമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു. പ്രതിയായ റിജോ ബാങ്കിലെത്തുമ്പോൾ ബാങ്കിന്റെ ഫ്രണ്ട് ഓഫീസിൽ പ്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാളെ കത്തി കാണിച്ച ശേഷം ഹിന്ദിയിലാണ് ഭീഷണിപ്പെടുത്തിയത്. ജീവനക്കാരെ ബാത്റൂമിൽ അടച്ച ശേഷം കൗണ്ടറിലെ പണം എടുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. മോഷണത്തിന് അന്വേഷണം തന്നിലേക്ക് വരാതിരിക്കാനായി പ്രതി തന്ത്രപൂർവ്വം ഹിന്ദി ഭാഷയിൽ സംസാരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മോഷണം നടത്തിയത് ഇതര സംസ്ഥാനക്കാരനാണെന്ന് വരുത്തി തീർക്കാനും പോലീസ് അന്വേഷണം ആ രീതിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാനുമാണ് റിജോയുടെ പദ്ധതി. അതാണ് പോലീസ് ആദ്യം തന്നെ പൊളിച്ചത്. ഇതിൽ റിജോയുടെ കുടവയറും നിർണായകമായി. CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച പോലീസ് പ്രതിയുടെ ശരീരപ്രകൃതം കൃത്യമായി നിരീക്ഷിച്ച് മലയാളിയുടേതെന്ന് മനസ്സിലാക്കി. കുടവയറുള്ള ഹിന്ദിക്കാരനായ റോബിൻ ഹുഡ് ഉണ്ടായിരിക്കുമോ എന്നും പോലീസ് സംശയിച്ചു. ഇതോടൊപ്പം റിജോ ഓടിച്ച സ്കൂട്ടറും ധരിച്ചിരുന്ന ഷൂവും പോലീസിന് വേഗത്തിൽ പ്രതിയിലേക്ക് എത്തുന്നതിന് സഹായകമായി. ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രം എടുത്ത പ്രതി കൂടുതൽ പണം എടുക്കാത്തത് പോലീസിനെ സംശയിപ്പിച്ചു.